കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ആരാധനയുടെ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിച്ചേർക്കുന്നു. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് എന്ത് എന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മുടെ ചെവികളെ തുറക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം കാണുവാനും കർത്താവിൻ്റെ മഹത്വം പ്രാപിപ്പാനുമത്രേ ദൈവം പുത്രനാം ക്രിസ്തുവിലൂടെ നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മെ കൂട്ടിച്ചേർക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമായി അറിയാവുന്ന ഒരു വേദഭാഗമാണ്. സൺഡേ സ്കൂൾ തുടങ്ങി ഈ വാക്യം എല്ലാവരും ബൈഹാർട്ടാക്കുന്ന ഒരു വചനമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ, ഹല്ലേലൂയ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം അവനെ നൽകുവാൻ ലോകത്തെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തു പ്രാപിക്കുവാനാണ്? തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് പ്രാപിക്കാൻ കഴിയും? നിത്യജീവൻ. നിത്യജീവൻ പ്രാപിക്കാനാണോ പലപ്പോഴും യേശുവിൽ വിശ്വസിക്കുന്നത്? ഈ വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. യേശുവിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ ലഭിക്കുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. എവിടെ നശിച്ചു പോകാതെ? ലോകത്തിലല്ല, നിത്യമായ നരകത്തിൽ നശിച്ചു പോകാതെ. അപ്പം നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള വിശ്വാസമാണ് യേശുക്രിസ്തുവിലെ വിശ്വാസം. നരകത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷിപ്പാൻ യേശുക്രിസ്തുവിനെ മാത്രമേ സാധിക്കത്തുള്ളൂ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യമായ നരകത്തിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ എന്നവിടെ എഴുതിയിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാ വിശ്വാസികളും. പക്ഷേ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യാൻ പാടില്ല? നശിച്ചു പോകാൻ പാടില്ല. കേവലം ഭൗമികമായ നന്മകളും അനുഗ്രഹങ്ങൾക്കും വേണ്ടി യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ആ വചനം അങ്ങനെ എഴുതിയിരിക്കുന്നത്. നശിച്ചു പോകാതെ, അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനാണ് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചത്. അപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ പിതാവാം ദൈവം പുത്രനാം ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അയക്കുമ്പോൾ എനിക്ക് വേണ്ടി അയക്കപ്പെട്ട അപ്പോസ്തലനെ ക്രിസ്തുവിൽ ഞാൻ കാണണം. എനിക്ക് വേണ്ടി അയക്കപ്പെട്ട രക്ഷിതാവിനെ ഞാൻ ക്രിസ്തുവിൽ കാണണം. എനിക്ക് വേണ്ടി അയക്കപ്പെട്ട നീതീകരണമായ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയണം. എനിക്ക് വേണ്ടി അയക്കപ്പെട്ട ശുദ്ധീകരണമായ എൻ്റെ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയണം. എൻ്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയണം. എൻ്റെ പുനരുദ്ധാനവും എൻ്റെ തേജസ്കരണവുമായ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയണം. നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവം
ക്രിസ്തുവിനെ എനിക്ക് പിതാവാം ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ക്രിസ്തുവിൻ്റെ നാമത്തിലെ അനുഗ്രഹങ്ങളോ അത്ഭുതങ്ങളോ പ്രാപിച്ചാൽ നിത്യജീവൻ പ്രാപിക്കുമെന്നില്ല. അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും വിടുതലെല്ലാം ഉണ്ട് നിശ്ചയമായി. പക്ഷെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവനെ കർത്താവ് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തി തരണം. ഹല്ലേലൂയ. ആ ആംഗിളിൽ ഞാൻ യേശുവിനെ എന്ത് ചെയ്യണം? കാണണം. ഹല്ലേലൂയ. കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ക്രൂശിൽ സംഭവിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രക്ഷയും നീതീകരണവും ക്രൂശിൽ എന്ത് ചെയ്തിരിക്കുന്നു? സംഭവിച്ചിരിക്കുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നാം വ്യക്തമായി നമ്മൾ വചനത്തിലൂടെ കാണുമ്പോഴാണ് യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവന് നമുക്ക് അവകാശമാക്കുവാൻ കഴിയുക. അപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ എന്ത് ചെയ്യില്ല? പ്രാപിക്കത്തില്ല. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ അവൻ എന്ത് ചെയ്യണം? പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം പിതാവാം ദൈവം ക്രിസ്തുവിനെ ഏതെല്ലാം അളവിലാണ് എനിക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നത് എന്ന് എൻ്റെ വിശ്വാസ കണ്ണ് എന്ത് ചെയ്യണം? കാണണം. ആ കാഴ്ചയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിശ്വാസത്തിലൂടെയാണ് നിത്യജീവന് നമ്മൾ അവകാശം നമുക്ക് പ്രാപിക്കാൻ കഴിയുക. ദൈവത്തിൻ്റെ ആഗ്രഹം യേശുവിൽ വിശ്വസിക്കുന്ന സകലരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത്. എന്നാൽ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ നശിച്ചു പോകാതെ എന്നുള്ള പദം എഴുതിയിരിക്കുന്നത്. എത്ര പരിതാപകരമായ അവസ്ഥയാണ് അല്ലേലു കൈവിടപ്പെട്ടു പോകുന്ന അവസ്ഥ. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം യേശുവിൽ നമുക്കുണ്ടാകണം. രക്ഷയെക്കുറിച്ചിട്ടുള്ള കാഴ്ച നമുക്കുണ്ടാകണം. നീതീകരണത്തിനെ കുറിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വിവിധ വശങ്ങൾ നമുക്കതിൽ നിന്ന് കാണാനായിട്ട് കഴിയണം. നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയകൾ യേശുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയണം, അവകാശമാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. നമ്മുടെ നീതീകരണത്തിന് അനന്തരം നമുക്ക് ലഭിക്കുന്ന നിത്യജീവൻ ക്രിസ്തുവിൽ നമുക്ക് കാണാൻ കഴിയണം. പിശാച് വരുന്നതോ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ. അവർക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ അത്രേ ക്രിസ്തു വന്നിരിക്കുന്നത്. ആ ജീവനാണ് നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സമൃദ്ധിയായ ജീവൻ, നിത്യജീവന് നമ്മൾ അവകാശികളായി തീരുകയാണ്. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനമോ നശിച്ചു പോകുന്നവർക്കത് ഭോഷത്വമാണ്. ഹല്ലേലൂയ. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രൂശിൻ്റെ വചനം നിത്യമായ നാശത്തിലേക്ക് പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. അവരുടെ കണ്ണിന് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ കഴിയത്തില്ല. അവരുടെ ചെവിക്ക് അത് കേൾക്കാൻ കഴിയത്തില്ല. അവരുടെ ചെവി പൊത്തിക്കളയും. അവരുടെ ഹൃദയത്തിൽ അത് ധ്യാനിപ്പാൻ കഴിയത്തില്ല. അത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു ഹൃദയത്തിനാണ് അത് ധ്യാനിപ്പാൻ കഴിയുക. എന്നാൽ ദൈവവും തൻ്റെ ആത്മാവിനാൽ നമുക്ക് ആ സത്യങ്ങളെ എന്തിയിരിക്കുന്നു? വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു, വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം ഇപ്പോൾ സഭ മുഖാന്തരം ദൈവം തൻ്റെ അഭിഷിക്തന്മാർ നിമിത്തം, ദൈവം തൻ്റെ അപ്പോസ്തലന്മാർ നിമിത്തം തൻ്റെ പരിജ്ഞാനത്തെ എന്ത് ചെയ്തിരിക്കുന്നു? വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെ, അതോ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. നിങ്ങളോ ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അനുഭവിച്ചറിയുന്നില്ലയോ? നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ മന്ദിരത്തിലുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ആ വിശുദ്ധ മന്ദിരത്തിൽ ആത്മാവായി, വചനമായി, ജീവനായി, ചൈതന്യമായി ദൈവം അധിവസിക്കുന്നു. വിശ്വസിച്ചാലോ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ ധാരാളമായിട്ട് കാണുവാൻ ഇടയായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് നാം നിത്യജീവൻ പ്രാപിപ്പാനാണ് പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അടുത്ത വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
യേശു ലോകത്തിൽ വന്നത് ലോകത്തെ വിധിപ്പാനല്ല, അവൻ മൂലം എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷിക്കപ്പെടുവാനാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന രക്ഷയുടെ അനുഭവമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഗ്ലോറി ടു ഗോഡ്. എനിക്കൊരു ആവശ്യം ഇരിക്കുമ്പോൾ ആ ആവശ്യം യേശുവിൻ്റെ നാമത്താൽ എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുമോ? ശുദ്ധപോഷത്വമാണ്. എന്നാൽ എൻ്റെ രക്ഷിതാവിനെ ഞാൻ കണ്ട് ആ രക്ഷിതാവിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുക. കേവലം ഭൗമികമായ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഒരു വ്യക്തിയെ നിത്യജീവനിൽ കൊണ്ടെത്തിക്കുമോ? ഇല്ല. അതാണ് അവിടെ വചനത്തിൽ പറഞ്ഞത്, തന്നിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. യേശുവിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. തന്നിൽ വിശ്വസിക്കുന്നതിലൂടെ നിത്യജീവനിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഗ്ലോറി ടു ഗോഡ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തെ ന്യായം വിധിച്ച് കളയുവാനല്ല, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന രക്ഷ ലഭിക്കേണ്ടുന്നതിനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. കണ്ടോ? ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പറയാനായിട്ട് കഴിയും. പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. എവിടത്തെ ന്യായവിധി? ശിക്ഷാവിധിയിൽ. അല്ലെങ്കിൽ നശിച്ചു പോകാതെ, നിത്യ നരകത്തിൽ ആത്മാവ് നശിച്ചു പോകാതിരിപ്പാൻ, ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇവിടെ എന്തില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്? ശിക്ഷാവിധിയില്ല. ഗ്ലോറി ടു ഗോഡ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. ഗ്ലോറി ടു ഗോഡ്. ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാനുള്ള വിശ്വാസമായിരിക്കണം ഒരു വിശ്വാസിക്ക് യേശു ക്രിസ്തുവിൽ ഉണ്ടായിരിക്കേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് അവിടെ വചനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. പക്ഷെ എന്തിനാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു അവർ എന്ത് ചെയ്യാൻ പാടില്ല? നശിച്ചു പോകാതിരിപ്പാൻ, അവർക്ക് നിത്യജീവൻ ലഭിക്കാനാണ് പിതാവാൻ ദൈവം പുത്രനെ എന്ത് ചെയ്തിരിക്കുന്നത്? അയച്ചിരിക്കുന്നത്. അത് കാണുവാൻ കഴിയണം. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കേണ്ടുന്നതിനും നീതീകരണത്തിലൂടെ നിത്യജീവൻ ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്നതും വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭൗമികമായ നന്മകൾ ലഭിക്കേണ്ടുന്നതിന് ഒരുപക്ഷെ പ്രാരംഭത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് കഴമ്പുള്ള വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. തന്നിമിത്തം അവരുടെ ആത്മാവ് നിത്യ ന്യായവിധിയിൽ നിന്ന് നിത്യ സ്വർഗത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുന്ന വിശ്വാസമായിരിക്കണം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ നാമത്തിൽ അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് ഓൾറെഡി എന്ത് വന്നു കഴിഞ്ഞു എന്നാണ്? ന്യായവിധി വന്നു കഴിഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് വിശ്വസിക്കാൻ, നീതീകരണത്തെക്കുറിച്ച് വിശ്വസിപ്പാൻ, നിത്യജീവനെക്കുറിച്ച് വിശ്വസിപ്പാൻ പലപ്പോഴും ജനത്തിന് കഴിയാതെ പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. അടുത്ത വാക്യം പറയുന്ന 19-ാം വാക്യം പറയുന്നത് എന്താണ്? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ ന്യായവിധി. എന്താണ് ന്യായവിധി എന്ന് ഇവിടെ വചനത്തിൽ വെളിപ്പെടുത്തുന്നു. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും, എന്ത് വെളിച്ചമാണ് ലോകത്തിൽ വന്നത്? മരണത്തിനപ്പുറത്ത് മനുഷ്യന് നിത്യജീവൻ ഉണ്ട് എന്നുള്ള വെളിച്ചം. ഗ്ലോറി ടു ഗോഡ്. യേശു ക്രിസ്തുവിലൂടെ ആ വെളിച്ചം എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നതാണ് എന്ത്? ന്യായവിധി. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന അനുഭവത്തിലേക്ക് ലോകം എന്ത് ചെയ്തു? മാറ്റപ്പെടുമ്പോൾ ന്യായവിധി എന്നുള്ളത് ഓൾറെഡി അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്യാണ്? ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്.
അവർ നിത്യമായ നരകത്തിലേക്ക് എന്ത് ചെയ്യും? മാറ്റപ്പെടും. അങ്ങനെ മാറ്റപ്പെടുന്നതിന് മുന്നമേ സത്യസുവിശേഷം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാർ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നിൽ വിശ്വസിക്കുന്നവരോടും അതെന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. ആ ന്യായവിധിയിൽ നിന്ന് അവരെന്ത് ചെയ്യണം? രക്ഷിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ശുശ്രൂഷ ചെയ്യുന്നവർക്കുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ. അപ്പോൾ നശിച്ചു പോകാൻ സാധ്യത ഉണ്ട്. വിശ്വസിക്കുന്നവർ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കഷ്ടതയുമാണത്. യേശുവിൽ വിശ്വസിക്കുന്നവർ, കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നവരെ നോക്കി പോലും കർത്താവ് പറഞ്ഞു, അന്നാളിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. കേവലം ഒരു വിശ്വാസിയെ അറിയുന്നില്ല എന്നല്ല അവിടെ പറയുന്നത്, ഒരു ശുശ്രൂഷക്കാരനെ ദൈവം അറിയുന്നില്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവേ. അപ്പോൾ അതിനർത്ഥം കർത്താവിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അറിയാവുന്നത് കൊണ്ടാണ് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് വിളിച്ചത്. ഗ്ലോറി ടു ഗോഡ്. എന്നെ വിട്ടു പോകുവേ. കാരണം എന്താണ്? വിശാലമായ വഴിയിലേക്ക് ജനത്തെ എന്ത് ചെയ്തു? നയിച്ചു. കള്ളപ്രവചനത്തിന്റെ ശുശ്രൂഷകളിലൂടെ ജനത്തെ വിശാലമായ വഴിയിലേക്ക് നയിച്ചു. ദൈവത്തിന്റെ വചനമോ അത് ഇടുക്കമുള്ളതാണ്. അതിന്റെ വാതിലെ തന്നെ എന്താണ്? ചെറുതാണ്. അല്ലെ, അതിലൂടെ കടക്കുന്നവർ വിരളമാണ്. എന്നാൽ വിശാലമായ വഴിയിൽ യാത്ര ചെയ്യുന്നവർ നിരവധിയാണ്. അവർ നശിച്ചു പോകാതെ അവർ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള കാര്യം ആഗ്രഹിക്കുന്ന പിതാവാൻ ദൈവം. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പിതാവാൻ ദൈവം. അവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ, ദൈവം നമ്മൾ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ഏതെല്ലാം ആംഗിളിലാണ് യേശുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, ആ ആംഗിളിലെല്ലാം നമ്മൾ ക്രിസ്തുവിനെ കാണാത്ത പക്ഷം നമ്മുടെ നിത്യജീവൻ അന്യമാകും. ഗ്ലോറി ടു ഗോഡ്. വിശ്വസിച്ചാൽ ലഭിക്കുന്ന ഭൗമികമായ നന്മകൾ കൊണ്ട് ഒരു മനുഷ്യനും നിത്യജീവനിൽ കടക്കുവാൻ കഴിയുകയില്ല. ഗ്ലോറി ടു ഗോഡ്. ആ രക്ഷാപദ്ധതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തി നൽകുമ്പോൾ, ആ നീതീകരണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുമ്പോൾ, ഹല്ലേലൂയ, ആ ശുദ്ധീകരണത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നൽകുമ്പോൾ, ആ ജീവന്റെ മാർഗം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുമ്പോൾ, ആ മഹിമയും ആ തേജസ്സും ആ പുനരുദ്ധാനത്തിന്റെ മഹിമയും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി നൽകുമ്പോൾ, ആ വെളിപ്പാടുകൾക്കനുസരിച്ച് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുന്നത്. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ന്യായവിധിയിൽ നിന്ന് ജീവനിലേക്ക് കടക്കുവാൻ ദൈവം സകല ജനത്തെയും, യേശുവിൽ വിശ്വസിക്കുന്ന സകല ജനത്തെയും കർത്താവ് എന്ത് ചെയ്യട്ടെ? ഹല്ലേലൂയ, വിടിവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 1-2 ഭാഗങ്ങൾ ഓർപ്പിച്ച് നമുക്ക് മുൻപിലേക്ക് പോകാൻ കർത്താവിൽ ശരണപ്പെടാം. റോമർക്കെഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഇവിടെ 2 വാഴ്ചകളെ കുറിച്ച് പറയുന്നു. ഒന്ന് മരണം വാഴുന്നു, മറ്റൊന്ന് ജീവൻ വാഴുന്നു. ഈ മരണം വാഴുവാൻ കാരണമായിരിക്കുന്നത് ഏകനായ ഏദൻ തോട്ടത്തിലെ ഏകനായ ആദാമിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ജീവൻ വാഴുവാൻ കാരണമാകുന്നത് കാൽവറി ക്രൂസിൽ പരമയാഗമായി തീർന്ന 3-ാം ദിവസം പുനരുദ്ധാനം പ്രാപിച്ച ഏകനായ ആദാം നിമിത്തം മരണം വാണുവെങ്കിൽ പുനരുദ്ധാനം പ്രാപിച്ച ഏകൻ നിമിത്തം ജീവനിൽ വാഴും. പാപത്തിൽ വീണുപോയ മനുഷ്യനെ പിശാച് പാപത്താൽ അവനെ മരണത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ മകളിൽ പിശാചിന് വാഴുവാൻ അവൻ എന്ത് ചെയ്യുന്നു? പദ്ധതി ഇടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവരെ വിടുവിച്ചുകൊണ്ട്
ജീവനിൽ വാഴുവാൻ ഇടയാക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. സങ്കീർത്തനങ്ങൾ 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കും, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ, സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. എവിടെ വാഴരുതേ? ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ നമ്മളുടെ ജീവിതം മുന്നിലോട്ട് പോയാൽ ശത്രുവായ പിശാച് നിത്യ നരകത്തിൽ ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മകളിൽ വാഴും. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഏകന്റെ ലംഘനത്താൽ മരണം. ആ ഏകൻ എന്തു മരണം? ഫിസിക്കൽ ഡെത്ത് അല്ല ഇവിടെ പറയുന്ന മരണം, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന വേർപാട്. ദൈവത്തിൽ നിന്ന് വേർപെട്ട വേർപാട്, ലോകത്തിൽ നിന്ന് വേർപെട്ട വേർപാടാണ് ദൈവസഭയ്ക്ക് വേണ്ടിയത്. പാപത്തിൽ നിന്ന് വേർപെട്ട വേർപാടാണ് ദൈവസഭയ്ക്ക് വേണ്ടിയത്. പിശാചും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും വേർപെട്ട വേർപാടാണ് ദൈവസഭയ്ക്ക് വേണ്ടിയത്. എന്നാൽ പിശാച് എന്ത് ചെയ്തിരിക്കുന്നു? പാപത്താൽ മരണം കൊണ്ട് മനുഷ്യൻ്റെ മേൽ എന്ത് ചെയ്യുന്നു? വാഴുന്നു. എന്ത് മരണം? ആത്മീയ മരണം, സ്പിരിച്വൽ ഡെത്ത്. ഈ സ്പിരിച്വൽ ഡെത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി രണ്ടാം മരണത്തിൽ അകപ്പെടും, ന്യായവിധിയിൽ അകപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ മേശയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അയോഗ്യമായിട്ട് കർത്താവിൻ്റെ മേശയിൽ വരുമ്പോൾ നിങ്ങൾ ബലഹീനരായി തീരും. എന്ത് ബലഹീനത? ഏത് പാപത്തിൽ ആണോ ആയിരിക്കുന്നത് ആ പാപത്തിൽ നിന്ന് ജയമെടുക്കുവാൻ കഴിയാത്ത ബലഹീനതയിൽ പോകും. രണ്ടാമത്തെ അവസ്ഥ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളിൽ പലരും രോഗികളായിത്തീരും. എന്ത് രോഗം? ഫിസിക്കലി ഉള്ള രോഗമല്ല, പാപമെന്നുള്ള ബലഹീനതയിലിരിക്കുന്ന വ്യക്തി പാപരോഗത്തിനടിമയായി മാറും. അതിൻ്റെ മൂന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്? അനേകരും നിദ്ര പ്രാപിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന നിദ്ര എന്താണ്? അക്ഷരികമായ മരണമല്ല, ആത്മീയമായി മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പൊ പാപമെന്നുള്ള ബലഹീനത പാപരോഗത്തിലേക്ക് പോകും. പാപരോഗം എന്നുള്ള അവസ്ഥ ആത്മീയ മരണത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, ഏകന്റെ അനുസരണക്കേടിനാൽ, ഏകന്റെ പാപത്താൽ മരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണം ഫിസിക്കൽ ഡെത്ത് അല്ല, സ്പിരിച്വൽ ഡെത്താണ്. ആത്മീയ മരണം, നിദ്ര പ്രാപിക്കുന്ന അനുഭവം. സ്പിരിച്വലി നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം, വചനത്തിൻ്റെ ആഴങ്ങൾ അവർക്ക് ഉൾക്കൊള്ളുവാനോ ഗ്രഹിക്കുവാനോ വിശ്വസിക്കാനോ കഴിയാതെ വണ്ണം ആത്മമണ്ഡലം അടഞ്ഞുപോയി. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോയവർ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണത്തെക്കുറിച്ച് പഴയ നിയമഭക്തനായിട്ടുള്ള മനുഷ്യൻ ഇവിടെ പറയും, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറ്റുള്ളവരുടെ തെറ്റുകളെ ഗ്രഹിക്കാൻ ഒരുപക്ഷെ എന്ത് ചെയ്യും? ഈസി ആയിരിക്കും. സ്വന്തം തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്നാണ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ തെറ്റുകളെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഗ്രഹിക്കണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമെന്നാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് പോലും എന്നിൽ കണ്ടെത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ സ്വയനീതീകരണത്തിലൂടെ, ന്യായീകരണത്തിലൂടെ ഞാൻ എന്നിൽ തന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന പാപമുണ്ടെങ്കിൽ ആ പാപം പോലും നിത്യമായ നരകത്തിൽ പിശാചിന് വാഴുവാൻ ഇട കൊടുക്കുന്നതാണ് എന്നുള്ള ബോധ്യം തനിക്കുണ്ടായതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. എന്നിൽ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി എന്നെ എന്ത് ചെയ്യണമേ? മോചിപ്പിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി. എന്തോ ഒരു സിൻസിയറായിട്ടാണ് പറയുന്നത്. സ്വമേധയാ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പാപം ചെയ്തിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഏറ്റു പറയാം, സ്വമേധായുള്ള പാപങ്ങൾ നിമിത്തവും എൻ്റെ മേൽ പിശാച് എന്ത് ചെയ്യരുത്? വാഴരുത്. പഴയ നിയമഭക്തന്റെ പ്രാർത്ഥനയാണ്, അവ എൻ്റെ മേൽ വാഴരുത്, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. പഴയ നിയമഭക്തനും യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വെളിപ്പാട് തനിക്കുണ്ടായിരുന്നു. എൻ്റെ പാറയും ശാശ്വതമായ പാറയായ ക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ്റെ നാമം യഹോവ എന്ന് അല്ലെങ്കിൽ ഭക്തനായ ഒരു മനുഷ്യനെ അവിടെ വിളിച്ചു പറയുവാനും തുടർന്ന് പറയുകയാണ്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? പാപം അതിന് പിശാച് എന്ത് ചെയ്യും? അവൻ്റെ മേൽ നിത്യനരകത്തിൽ വാഴും. ഇവിടെ വായിച്ച വാക്യം, ഏകന്റെ ലംഘനത്താൽ
മരണം ആ ഏകൻ നിമിത്തം സകല മനുഷ്യരുടെ മേലും എന്ത് ചെയ്തു? വാണു എങ്കിൽ കൃപയുടെയും, എന്താണ് കൃപ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായ ആ രക്ഷയുടെ ആ നന്മയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെടുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. അത് കിട്ടും ഇത് കിട്ടും എന്നുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ യേശുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ട കാര്യം എന്താണ്? രക്ഷിക്കപ്പെടുക എന്നുള്ളത്. ഗ്ലോറി ടു ഗോഡ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. അപ്പോൾ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഹല്ലേലൂയ, നീതി എന്നുള്ളതും ദൈവത്തിൻ്റെ ദാനമാണ്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്, നീതിയും ദൈവത്തിൻ്റെ ദാനമാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ ദാനം വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്യണം? അവകാശമാക്കാൻ കഴിയണം. രക്ഷ നമ്മൾ അവകാശമാക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കുന്ന അനുഗ്രഹം നമുക്കുണ്ടാവും. നിത്യമായി പിശാചിന് നമ്മുടെ മേൽ വാഴുവാൻ അനുവദിക്കാതെ വണ്ണം ഉള്ള രക്ഷ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ലഭിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനുള്ള രക്ഷ നമുക്ക് ലഭിക്കുന്നു. വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. ആ രക്ഷയ്ക്കനന്തരം ഇവിടെ പറഞ്ഞ എന്താണ്? നീതിദാനത്തിൻ്റെ സമൃദ്ധി. ഞാൻ വായിക്കുന്നത് റോമർ 6:17. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപ എന്നാണ്? നാം നേരത്തെ പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന രക്ഷ. കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ ദാനമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? നീതീകരണം. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ഏകന്റെ ലംഘനത്താൽ പാപം വാണുവെങ്കിൽ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ, ഈ സമൃദ്ധി ആരിൽ നിന്നാണ് ലഭിക്കുന്നത്? ക്രിസ്തുവിലൂടെ. കാരണം ന്യായപ്രമാണത്തെ പൂർണ്ണമായും ക്രിസ്തു എന്ത് ചെയ്തു? അനുസരിച്ചപ്പോൾ ഏകൻ നിമിത്തം പാപമാണ് സംഭവിച്ചതെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്ത് ലഭിക്കുന്നു? നീതീകരണം ലഭിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. നാം രക്ഷ പ്രാപിക്കേണ്ടിയ വഴിയാണ് അവിടെ പറയുന്നത്. ഏകന്റെ അനുസരണക്കേടിനാൽ പാപം മരണത്താൽ വാണുവെങ്കിൽ ദൈവം നൽകുന്ന രക്ഷ, കൃപയാൽ നമുക്ക് ലഭിക്കുന്ന രക്ഷയും നീതി ദാനത്തിന്റെ സമൃദ്ധി നമുക്ക് ലഭിക്കുന്നവർ, ആ വ്യക്തിയുടെ മേൽ മരണമല്ല വാഴുന്നത്, ഈ കൃപ കൊണ്ടും ഈ നീതിദാനത്തിന്റെ സമൃദ്ധി കൊണ്ടും അവനിൽ തന്നെ ആയിരിക്കുന്ന ഹല്ലേലൂയ മരണത്തിന്റെ മകളിൽ അവന് ദൈവകൃപയാൽ ജീവനിൽ വാഴുവാൻ കഴിയും. നിങ്ങൾ മരണം വിട്ട് ജീവനിൽ എന്തിയിരിക്കുന്നു? കടന്നിരിക്കുന്നു. യേശു വിളിച്ചു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം. ആർക്ക് കൂടിയുള്ള പുനരുദ്ധാനം? നിനക്ക് കൂടിയുള്ള പുനരുദ്ധാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണോ ഇന്നെല്ലാവരും വിശ്വസിക്കുന്നത്? വിശ്വാസത്താൽ ലഭിക്കുന്ന വേറെന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിൽ ശരിയായ അളവിൽ വിശ്വസിക്കുന്നവൻ പുനരുദ്ധാനം പ്രാപിക്കും. ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ ആയിരിക്കുമ്പോൾ ധനവാനായിട്ടുള്ളൊരു മനുഷ്യൻ ദൈവരാജ്യം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവൻ്റെ ഹൃദയം ഇരിക്കുന്ന ഇടം മനസ്സിലാക്കി. അവൻ്റെ ഹൃദയം എന്താണ്? അവൻ്റെ സമ്പാദ്യത്തിൽ ഇരിക്കുന്നു എന്നുള്ള കാര്യം കർത്താവ് മനസ്സിലാക്കിയതിനനന്തരം കർത്താവ് പറഞ്ഞു, നീ സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയം ധനത്തിലിരിക്കുക കൊണ്ട് അതിനെ ഉപേക്ഷിക്കാൻ അവന് മനസ്സില്ലായകയാൽ അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവിനോട് ചോദിക്കാൻ കഴമ്പുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇവർക്കുള്ള
ഉപജീവന മാർഗങ്ങൾ കൂടി ഇവരെന്തിയിരിക്കുകയാണ്, വിട്ടിട്ടാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. വള്ളവും വലയും വരുമാന മാർഗങ്ങളും എല്ലാം എന്ത് ചെയ്തു, ഉപേക്ഷിച്ച ശിഷ്യന്മാർ കർത്താവിൻ്റെ ചുറ്റും നിൽക്കുന്നു. മറ്റവനോ ധനവാനായിരുന്നു, അവൻ്റെ ഹൃദയം അതിലിരുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നു, സകലതും വിറ്റ് നീ എന്ത് ചെയ്യണം, ദരിദ്രരെ കൊടുക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആ അനുഗ്രഹം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനുഭവിപ്പാൻ കഴിയും. അവനത് ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ അവൻ പോകുമ്പോൾ ബാക്കി ശേഷിക്കുന്ന ശിഷ്യന്മാരിൽ കർത്താവിനോട് ചോദ്യം ചോദിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോ സകലതും എന്ത് ചെയ്തു, ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്കിനി ഉപേക്ഷിപ്പാൻ ഒന്നുമില്ല. സകലതും ഞങ്ങൾ ഉപേക്ഷിച്ച് നിന്നെ എന്ത് ചെയ്യാണ്, ഞങ്ങൾ അനുഗമിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടും? കഴമ്പുള്ള ചോദ്യം. ഇന്ന് ഒത്തിരി ആൾക്കാർ സകലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ, കർത്താവിനെ അനുഗമിക്കുന്നത്. പക്ഷേ ശിഷ്യന്മാർ സകലതും എന്ത് ചെയ്തു, കർത്താവ് നിമിത്തവും ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഉപേക്ഷിച്ച ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അപ്പോൾ കർത്താവ് ഒരു ഉത്തരമാണ് പറഞ്ഞത്, പുനർജനനത്തിൽ നിങ്ങൾ 12 ഗോത്രങ്ങളെ ഭരിക്കുവാൻ തക്കവണ്ണം ആ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ 12 സിംഹാസനത്തിൽ വരും. സിംഹാസനം എന്നുള്ള കാര്യത്തെക്കാൾ ഉപരി ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള ചോദ്യത്തിന് ഒരു ഒറ്റ മറുപടിയായിരുന്നു പുനരുദ്ധാനം. എൻ്റെ ചോദ്യം വേറെ എന്തു വേണം? യേശു ഒരു മറുപടിയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പുനരുദ്ധാനം. സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചപ്പോൾ എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഉപേക്ഷിച്ച കാര്യങ്ങളുടെ 1000 മടങ്ങ് കിട്ടുമെന്നല്ല പറഞ്ഞത്, പുനരുദ്ധാനം നിങ്ങൾക്ക് ലഭിക്കും. ഗ്ലോറി ടു ഗോഡ്. വേറെ എന്തു വേണം? അപ്പോൾ അനുഗമിച്ചാൽ എന്ത് ലഭിക്കും? പുനരുദ്ധാനം ലഭിക്കും. ശിഷ്യന്മാർക്ക് 12 ഗോത്രങ്ങളെ ഭരിപ്പാൻ തക്കവണ്ണമുള്ള 12 സിംഹാസനങ്ങളെ അവർക്ക് അവകാശം കൊടുത്തെങ്കിൽ ഹല്ലേലൂയ, പിന്നെ ആ അവകാശം ആർക്കില്ല? നമുക്കില്ല. കാരണം ഇത് ശിഷ്യന്മാർക്കുള്ളതാണ്. പിന്നെ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നും കിട്ടിയില്ലെങ്കിലും പുനരുദ്ധാനം കിട്ടണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ഞാൻ തന്നെയാണ് പുനരുദ്ധാനം. ആരുടെ കൂടിയുള്ള പുനരുദ്ധാനമാണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ കൂടി പുനരുദ്ധാനമാണ്. ഗ്ലോറി ടു ഗോഡ്. ഞാൻ തന്നെയാണ് നിത്യജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവനുള്ള നിത്യജീവൻ കൂടിയാണ് ഞാൻ. ഗ്ലോറി ടു ഗോഡ്. മറ്റൊരുവനിലും രക്ഷയില്ല നിത്യജീവൻ പ്രാപിപ്പാൻ. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാണ് പുനരുദ്ധാനം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാനുള്ള ഏക വഴി. ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള സത്യം. ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള നിത്യജീവൻ. ജീവൻ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ, ആ പദം ശ്രദ്ധിക്കണം, ഞാൻ മുഖാന്തരം അല്ലാതെ, യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എവിടേക്കുള്ള യാത്രയ്ക്കാണ്? പിതാവിൻ്റെ അടുക്കൽ എത്തുവാനുള്ള യാത്രയായിരിക്കണം. കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങളുടെ പിറകിൽ യാത്ര ചെയ്താൽ കൈവിടപ്പെട്ടു പോകും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകരുതെന്നാണ് പിതാവാൻ ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ വിശ്വസിക്കുന്നവർ നശിച്ചു പോകുമോ? നശിച്ചു പോകും. കാരണം എന്താ? നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണമായിരിക്കണം അവനെ വിശ്വസിപ്പാൻ. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ അവൻ നിമിത്തം നിത്യജീവന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇവിടെ വായിച്ചത് ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും, നാം ചിന്തിച്ചതാണ് കൃപ, രക്ഷ എന്നുള്ള ദാനം ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയാണ്. ആ കൃപയും നീതീകരണത്തിൻ്റെ ദാനവും അതിൻ്റെ സമൃദ്ധി ലഭിച്ചിരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഗ്ലോറി ടു ഗോഡ്. മരണത്തെ കൊണ്ട് പിശാച് മനുഷ്യന്റെ മകളിൽ വാണുകൊണ്ടിരുന്നിടത്ത് യേശുക്രിസ്തു മുഖാന്തരം ജീവനിൽ വാഴുവാനുള്ള ആത്മീയ അധികാരം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്നു. എന്തോരം അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. ഗ്ലോറി ടു ഗോഡ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വരാം. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലും ഏകന്റെ ലംഘനം
ആ ലംഘനം, മരണം ആ ഏകൻ നിമിത്തം എന്ത് ചെയ്തു? വാണു എന്ന് നമ്മൾ വായിച്ചു. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അപ്പോൾ ആദാം എന്ന ഏകനെക്കുറിച്ചും യേശുക്രിസ്തു എന്ന ഏകനെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? ഇവിടെ വായിക്കും. ആദാം എന്ന ഏകൻ നിമിത്തം മരണം എന്ത് ചെയ്തു? വാണുവെങ്കിൽ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ വാഴും. ഈ വെളിപ്പാടിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം വരുമ്പോൾ ഈ വാക്യത്തെ എടുത്ത് ഉന്നയിച്ചാണ് എഴുതിയിരിക്കുന്നുവല്ലോ എന്നവിടെ പറഞ്ഞിരിക്കുന്നു. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഈ വചനങ്ങളെ ഓർപ്പിച്ചതാണ്. ദേഹിയിലെ ജീവനാണ് ആത്മാവ്. അതാണ് പൗലോസ് ഇവിടെ വായിച്ചത്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ജീവനുള്ള ദേഹിയും ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവാണ്. വീണ്ടും ജീവിപ്പിക്കുന്ന ആത്മാവാണ് ക്രിസ്തു. ഏദൻ തോട്ടത്തിൽ ഈ ആദാമിന് ദൈവം കൊടുത്ത ജീവൻ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അവൻ സ്വന്തം ഇച്ഛയിൽ പ്രവേശിച്ചു. അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അവൻ സ്വീകരിച്ചു. ഹല്ലേലൂയ. ദൈവവുമായിട്ട് എന്നേക്കുമായിട്ട് ബന്ധം എന്ത് ചെയ്തു? വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ. എല്ലാ ദിവസവും ദൈവം വെയിലാറുമ്പോൾ ആദാം ഹവ്വമാരോട് കൂട്ടായ്മ ബന്ധം പുലർത്താൻ ഇറങ്ങി വരുമായിരുന്നു. ഇവർ പാപം ചെയ്തതിൻ്റെ അന്നും ദൈവം എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. എന്തോ ഒരു സ്നേഹമാണ്. പക്ഷെ തലേ ദിവസം വരെ ദൈവത്തെ അവർ മുഖാമുഖമായിട്ട് എന്ത് ചെയ്തു? കണ്ടു, സംസാരിച്ചു. പക്ഷെ പാപം ചെയ്തതിന് അനന്തരം ദൈവം ഇറങ്ങി വന്നു എങ്കിലും അവൻ്റെ കാലൊച്ച മാത്രമേ അവർ കേട്ടു. കാണാൻ പറ്റിയില്ല. ആ കാലൊച്ച കൂടി കേൾക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ചെവി അടഞ്ഞു പോയിരുന്നുവെങ്കിൽ മനുഷ്യൻ എന്നേക്കുമായി ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന എല്ലാ അവസ്ഥകളും നഷ്ടപ്പെട്ടത്. ദൈവത്തിൻ്റെ കാലൊച്ചയുടെ ശബ്ദം കേട്ടു അവർ ഓടി ഒളിച്ചു. എന്നാലോ ദൈവത്തെ ഇവർക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു യാഗം അവിടെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഒരു ആട് എന്ത് ചെയ്യുന്നു? യാഗമാക്കപ്പെടുന്നു. അതിൻ്റെ തോലുരിച്ച് മനുഷ്യനെ ഉടുപ്പിക്കുന്നു. അതൊരു മഹത്വമായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ആദാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വീണുപോയ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി. ഊനമില്ലാത്ത ഒരാട്, പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നിർദോഷിയായവൻ, നിഷ്കളങ്കനായവൻ, പവിത്രനായവൻ കാൽവറി കൊലക്കളത്തിൽ മാനവകുലത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയാടാവുകയാണ്. അങ്ങനെ ആ യാഗത്തിൻ്റെ മർമ്മം ഏദൻ തോട്ടത്തിൽ ദൈവം ഒരാടിനെ യാഗമാക്കി അവനെ ഉടുപ്പിക്കുന്നത് പോലെ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീരുമ്പോൾ ആ നീതി വസ്ത്രം നമ്മുടെ മേൽ ഇട്ട് മൂടുകയാണ്. ആ രക്ഷാവസ്ത്രം നമ്മുടെ മേൽ ഇട്ട് മൂടുകയാണ്. അവനിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. രക്ഷയുടെ കൃപ നൽകുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. നീതീകരണത്തിന്റെ സമൃദ്ധി തരുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചു. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം എന്നാണ് ആ പദം, ശ്രദ്ധിക്കുക. ഒടുക്കത്തെ ആദാം. ആദാം പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ തീവ്രത എല്ലാ മനുഷ്യനിലും എന്ത് ചെയ്തു? പരന്നിരിക്കുന്നു. അതിന്റെ ശിക്ഷാവിധി എന്താണ്? മരണം എന്നുള്ള ശിക്ഷ. എന്നാൽ ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ആദാമ്യമായി ഈ ലോകത്തിലേക്ക് സകല മനുഷ്യരിലേട്ടും പരന്ന സകല ശിക്ഷാവിധിയും ഒടുക്കത്തെ ആദാമിൽ അതിൻ്റെ പരിഹാരം വരുത്തി. ആദാമിൽ തുടങ്ങി വന്ന സകലത്തെയും അവസാനിപ്പിച്ചവനായിരുന്നു ഒടുക്കത്തെ ആദാം. ആ ഒടുക്കത്തെ ആദാമിലൂടെ ഉണ്ടായ സകല ശിക്ഷാവിധിയും ഒടുക്കത്തെ ആദാമിൽ അവസാനിപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒടുക്കത്തെ ആദാം എന്തായി മാറി? ജീവിപ്പിക്കുന്ന ആത്മാവായി. എപ്പോൾ? ക്രൂശിൽ അവൻ
ഒടുക്കത്തെ ആദാമ്യമായ സകലത്തെയും അവിടെ പര്യവസാനിപ്പിച്ചിട്ട് മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. ആ ജീവാഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വീണ്ടും പിതാവാൻ ദൈവത്തോട്, പുത്രനാം ദൈവത്തോട്, പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് ബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ജീവിപ്പിക്കുന്ന ആത്മാവായി അവൻ പുനരുദ്ധാനം പ്രാപിച്ചു. ഗ്ലോറി ടു ഗോഡ്. അടുത്ത് പറയുന്നത് എന്താണ്? എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. പ്രാകൃതമാണ് ഏദൻ തോട്ടത്തിൽ എന്ത് ചെയ്തത്? വെളിപ്പെട്ടത്. എന്നാൽ ആത്മീയം വെളിപ്പെട്ടത് എവിടെ? യേശു ക്രിസ്തുവിൽ. പ്രാകൃതമാണ് ആദ്യം വെളിപ്പെട്ടത്. ആത്മീയമായത് യേശു ക്രിസ്തുവിലാണ് എന്ത് ചെയ്തത്? വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മെനയുന്നു. തൻ്റെ ആത്മാവിൻ്റെ പങ്കിനെ തന്നെയാണ് ദൈവം മനുഷ്യനിൽ എന്ത് ചെയ്തത്? സന്നിവേശിപ്പിച്ചത്. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നമ്മൾ വായിച്ചു, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. ഏദൻ തോട്ടത്തിലെ ആദാം മണ്ണ് കൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ, പ്രിയമുള്ളവരെ, ഇതൊരു വലിയ മർമ്മമാണ്. ഈ ഭൂമിയിൽ ഒന്നാം മനുഷ്യനിൽ നിന്നുള്ളവരുമുണ്ട്, രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ നിന്നുള്ളവരുമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഒന്നാം മനുഷ്യനിൽ നിന്ന് ജനിച്ചവൻ മണ്ണ് കൊണ്ടുള്ളവനാണ്. രണ്ടാം മനുഷ്യനിൽ നിന്ന് ഉള്ളവർ അവന്റെ ജീവനിൽ നിന്ന് ജനിക്കപ്പെട്ടവരാണ്. ഗ്ലോറി ടു ഗോഡ്. ഒന്നാം മനുഷ്യൻ നിമിത്തമുണ്ടായ സകലതും ഒടുക്കത്തെ ആദാം എന്ത് ചെയ്തു? ക്രൂശിൽ അവസാനിപ്പിച്ചു. പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ ക്രിസ്തു രണ്ടാം മനുഷ്യനായാണ് പുനരുദ്ധാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഒന്നാം മനുഷ്യന്റെ ശിക്ഷാവിധി നമ്മിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ ഒടുക്കത്തെ ആദാം ക്രൂശിൽ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ ഇഴുകിച്ചേരണം. ഞാൻ ഇഴുകിച്ചേരുമ്പോൾ ഒന്നാം മനുഷ്യൻ നിമിത്തമുണ്ടായ സകല ശിക്ഷാവിധിയും ക്രൂശിൽ ശിക്ഷാവിധി പരിഹരിക്കപ്പെട്ടിട്ട് ആ പരിഹരിക്കപ്പെട്ടതിലെ വിശ്വാസത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ട് അവനോടുകൂടി പുനരുദ്ധാനത്തിൽ നാം ആ ജീവനാൽ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ നമ്മൾ രണ്ടാം മനുഷ്യനിൽ കടക്കുകയാണ്. ഒന്നാം മനുഷ്യനിൽ നിന്നുള്ള സകല ശിക്ഷാവിധിയിൽ നിന്നും പുനരുദ്ധാനം പ്രാപിച്ച രണ്ടാം മനുഷ്യനിൽ കടന്നവരാണ് വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. 48-ാമത്തെ വാക്യത്തിൽ മണ്ണ് കൊണ്ടുള്ളവരെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും, കണ്ടോ, മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവർ. മനസ്സിലായോ? മണ്ണ് കൊണ്ടുള്ളവനെ പോലെയാണ് വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ഇന്ന് ലോകത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ രണ്ടാം പകുതി പറയുന്നത് എന്താണ്? സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. ഒന്നാം മനുഷ്യനായ ആദാം നിമിത്തമുണ്ടായ സകല കാര്യങ്ങളും അതിന്റെ ശിക്ഷാവിധികളും മരണമെന്നുള്ള ശിക്ഷാവിധിയും രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിലേക്ക് വരുവാൻ ഒന്നാം മനുഷ്യനായ ആദാമിലുള്ള സകല കാര്യങ്ങളും ഒടുക്കത്തെ ആദാമിൽ അവസാനിപ്പിക്കാതെ രണ്ടാം മനുഷ്യനിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഒന്നാം മനുഷ്യനായ ആദാമിലാണോ നമ്മളായിരിക്കുന്നത്? രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിലാണോ ആയിരിക്കുന്നത്? രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ പ്രവേശിക്കുമ്പോൾ ശിക്ഷാവിധിയില്ല. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകും. ഗ്ലോറി ടു ഗോഡ്. 49-ാമത്തെ വാക്യം, നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ ഇന്ന് നമ്മൾ നമ്മുടെ ആത്മാവിന്റെ പുറത്ത്, നമ്മുടെ ദേഹിയുടെ പുറത്ത്, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരം, മണ്ണ് കൊണ്ടുള്ളവന്റെ ശരീരം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ ധരിച്ചിരിക്കുക. പക്ഷെ ഒടുക്കത്തെ ആദാമിലൂടെ എല്ലാ ശിക്ഷാവിധിയും അവസാനിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ രണ്ടാം മനുഷ്യനിൽ ഞാനും നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുന്നു. വിശ്വാസത്താൽ ഗ്ലോറി ടു ഗോഡ് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് മണ്ണ് കൊണ്ടുള്ളവനെ പോലെ ഇന്ന് നമ്മൾ മണ്ണ് കൊണ്ടുള്ള ശരീരമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അവനിൽ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് സ്വർഗീയനെ പോലെ നമ്മളും സ്വർഗീയ ശരീരം ധരിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യമായ നരകത്തിൽ നശിച്ചു പോകാതിരിപ്പാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ന്യായവിധി എന്നതോ ഈ ജീവന്റെ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ
അവർ കേവലം നശിച്ചു പോകുന്ന ഭൗമികമായ നന്മകളും അനുഗ്രഹങ്ങൾക്കും പുറകെ പോകുന്നതാകയാൽ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു എന്നാണ്. ഗ്ലോറി ടു ഗോഡ്. ആര് രക്ഷിക്കും? കർത്താവിൻ്റെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ച കാലഘട്ടത്തിലും സദൂക്യർ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ടായിരുന്നു. ആ സദൂക്യരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ദൈവമുണ്ട്, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ മരണത്തോടുകൂടി എല്ലാം എന്ത് ചെയ്യും? അവസാനിക്കും. മരണത്തിനപ്പുറം ഒരു നിത്യജീവൻ ഉണ്ടെന്നുള്ള കാര്യം സദൂക്യർ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. പക്ഷെ മരണത്തിൽ ഇപ്പുറത്തോട്ട് ദൈവം മനുഷ്യന് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തരും എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ തള്ളിക്കളഞ്ഞവരല്ല, പക്ഷെ മരണത്തിനപ്പുറത്ത് പുനരുദ്ധാനം ഉണ്ടെന്ന് അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഈ അന്ത്യകാലഘട്ടത്തിലും ഏറെക്കുറെ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തോടുകൂടി എല്ലാം എന്ത് ചെയ്യും? അവസാനിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും സുഖസൗകര്യത്തോടുകൂടി ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഭൗമികമായ എല്ലാ നന്മകളും ഉണ്ടായി സുഖത്തോടെ ജീവിച്ച് മരിക്കുക, അതോടുകൂടി എല്ലാം തീർന്നു എന്നു വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണിന്ന് ഏറെക്കുറെ വിശ്വാസികൾ. ഗ്ലോറി ടു ഗോഡ്. ഏറെക്കുറെ എന്നുള്ള പദത്തെക്കാളും ഭൂരിഭാഗം വിശ്വാസികളും ഗ്ലോറി ടു ഗോഡ് അവർ ജീവനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? അവർ കാണുന്നില്ല. ഒന്നാം മനുഷ്യനായ ആദാമിൽ നിന്ന് ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ വരണം. ഒടുക്കത്തെ ആദാം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആദാം നിമിത്തം പ്രവേശിച്ച സകല കാര്യവും ഒടുക്കത്തെ ആദാമിൽ അവസാനിപ്പിച്ചു. ഗ്ലോറി ടു ഗോഡ്. ആ ഒടുക്കത്തെ ആദാമിലൂടെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പുനരുദ്ധാന ആയ ക്രിസ്തുവിലൂടെ നമ്മൾ രണ്ടാം മനുഷ്യനിൽ പ്രവേശിച്ചവരാണ്. രണ്ടാം മനുഷ്യനിൽ പ്രവേശിച്ചവർ സ്വർഗീയനെ പോലെ ആകാൻ പ്രവേശിച്ചവരാണ്. ആ തേജസ്കരണം നമ്മൾ എന്ത് ചെയ്യും? പ്രാപിക്കും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. അതാണ് പൗലോസോടൊപ്പം മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, ദൈവം ഈ ലോകത്തിൽ ഒരു മർമ്മം, ഒരു സമയം, ഒരു ടൈം ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണിമയ്ക്കുന്നിടയിൽ ഒരു ടൈം ദൈവം ഭൂമിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കണ്ണിമയ്ക്കുന്നിടയിൽ സംഭവിക്കുന്നതാണ് രൂപാന്തരപ്പെടുമെന്നുള്ള കാര്യം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ കണ്ണിമയ്ക്കുന്നിടയിൽ സംഭവിക്കുന്ന കാര്യം അനധിവിദൂര ഭാവിയിൽ സംഭവിക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ ഒരു ആയുസ് കൊടുക്കുമ്പോൾ അവനൊരു കാലദൈർഘ്യം കൊടുക്കുന്നു, ഒരു സമയദൈർഘ്യം അവന് ലഭിക്കുന്നു. ആ സമയദൈർഘ്യം ദൈവം അവന് കൊടുക്കുന്നത് അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള സമയമാണ് കൊടുക്കുന്നത്. അവന് ദൈവം ശബത്തുകളെ കൊടുക്കുന്നു, വിശുദ്ധ ആരാധനകളെ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സമയം അവൻ ദൈവവുമായിട്ട് ബന്ധം പുലർത്തേണ്ടുന്നതിന് അവനെ ട്രെയിൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ഒരു ദിവസം അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്താൻ വേണ്ടി അവനെ ദൈവം പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ടൈം ദൈവം സെറ്റ് ചെയ്ത് കൊടുത്ത് അവനെ അന്തിമമായിട്ട് ഒരു നിശ്ചയ സമയത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം എന്ത് ചെയ്യാണ്? അവനെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഏത് സമയമാണെന്നറിയോ? കണ്ണിമയ്ക്കുന്നിടയ്ക്കകത്ത് അവനെ കൊണ്ടുവരണം. ഗ്ലോറി ടു ഗോഡ്. ഏതൊരു വിശ്വാസിയെയും ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിൽ ഒരു സമയം. ആ സമയത്തിൽ മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കുന്ന ഒരു സമയമാണ്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ അപ്പാടെ ഹല്ലേലൂയ രൂപാന്തരം പ്രാപിക്കും. യേശു മറുരൂപമലയിൽ തേജസ്കരണം പ്രാപിച്ചതുപോലെ ഫിസിക്കൽ ബോഡി തേജസ്കരണം പ്രാപിക്കും. യേശു പുനരുദ്ധാനം പ്രാപിച്ചതുപോലെ മരിച്ചു മൺപറഞ്ഞു പോയവർ പുനരുദ്ധാനം പ്രാപിക്കും. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് സദൂക്യർ വിശ്വസിക്കുന്നത് പോലുള്ള വിശ്വാസമല്ല. രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. അതാകുവാനുള്ള വിശ്വാസമാണ് നമുക്കുള്ള വിശ്വാസം. ഗ്ലോറി ടു ഗോഡ്. ബലാത്കാരം ചെയ്യും ദൈവരാജ്യത്തെ. വിശ്വാസത്താൽ ബലാത്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന വിശ്വാസികളായി തീരുവാൻ ദൈവം നമ്മെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ
മഹത്വം പ്രാപിപ്പാനല്ലോ ക്രിസ്തുവേശുവിൽ നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാരണം എന്താണ്? ഒടുക്കത്തെ ആദാമിലൂടെ രണ്ടാം മനുഷ്യനിൽ പ്രവേശിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിക്കും? രൂപാന്തരം സംഭവിക്കും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ഗ്ലോറി ടു ഗോഡ്. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും എന്ത് ചെയ്യും? ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഇതിനാണ് ക്രിസ്തു വന്നത്. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെങ്കിൽ അവൻ്റെ കൃപയും നീതിയുടെ ദാനത്തിൻ്റെ സമൃദ്ധിയും ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്ര അധികം ജീവനിൽ വാഴും. മരണം കടന്ന് ജീവനിൽ കടന്നിരിക്കുന്നു. അവർ നിത്യജീവനിൽ കടന്നിരിക്കുന്ന വിശ്വാസികളായി രണ്ടാം മനുഷ്യനായ ക്രിസ്തുവിൽ പ്രവേശിച്ച് ജീവിക്കുന്നവരായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ ദിവസങ്ങളിൽ വചനത്തിൻ്റെ ജ്ഞാനത്തിലൂടെ, വചനത്തിൻ്റെ വെളിപ്പാടിലൂടെ, നിത്യതയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ ബോധ്യത്തിലൂടെ അത് നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമായിരിക്കാൻ തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയിലൂടെ യാത്ര ചെയ്യുന്ന വിശ്വാസികളായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും ജീവനുള്ള ദൈവമായ ക്രിസ്തുവിന് അർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ.